ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 28-ാം ദിവസമായ ഇന്ന് തിരുവചന ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അതിന്റെ 30-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൻ വളരണം, ഞാനോ കുറയണം. ഇത്തരത്തിൽ പറയുന്ന യോഹന്നാനെ കുറിച്ച് യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഇവനേക്കാൾ വലിയവനായ ഒരുവൻ എഴുന്നേറ്റിട്ടില്ല. യേശു ക്രിസ്തുവിൽ ഇപ്രകാരം ഒരു വിശേഷണം ലഭിക്കുവാൻ യോഹന്നാൻ ഉണ്ടായിരുന്ന രണ്ട് പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ഉയർച്ചയുടെ നടുവിൽ താഴ്മയുള്ളവനായിരുന്നു. ഒരു വ്യക്തിക്ക് എത്രത്തോളം താഴുവാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിരുന്നു സ്നാപക യോഹന്നാൻ. യേശു കർത്താവിനെ പോലും സ്നാനം ഏൽപ്പിക്കുവാനായി നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ ലോകത്ത് ഞാനെന്ന ചിന്തയെ മാറ്റി നിർത്തി ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ താഴ്മയെ സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. രണ്ടാമതായി, ക്രിസ്തുവിന്റെ നിഴലാകുവാനാണ് യോഹന്നാൻ ശ്രമിച്ചത്. താൻ ഈ ലോകത്തെ എന്തിനാണ് വന്നതെന്നും എന്നാണ് തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശമെന്നും യോഹന്നാന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ ലോകത്ത് രണ്ടു തരം കോംപ്ലക്സ് ആണുള്ളതെന്ന് ചിന്തകന്മാർ പറയുന്നു. ഒന്നാമതായി, കൂടെ നിൽക്കുന്നവന്റെ ഉയർച്ചയിൽ തോന്നാവുന്ന അസ്വസ്ഥതയായുള്ള ഒരു കോംപ്ലക്സ്. രണ്ടാമതായി, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്ന ചിന്തയിൽ നിഴലായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന കോംപ്ലക്സ്. ഇതിൽ ഏതാണ് നമുക്കുള്ളതെന്ന് നാം ഒന്ന് ചിന്തിക്കണം. നോമ്പിന്റെ ഈ പരിശുദ്ധ നാളുകളിൽ കൂടെ നിൽക്കുന്നവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിന് നമ്മളെ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.